ഈ പെസഹ അപ്പം നമ്മൾ മുറിച്ചതെന്തിനാണ്? നമ്മളും ഒരു പെസഹ രാത്രിയാണ്. നമ്മളും ഒരു പെസഹ രാത്രിയിലൂടെ കടന്നു പോവുകയാണ്. ആ വാക്കിൻ്റെ അർത്ഥം പോലും നമുക്കറിയാം, കടന്നു പോവുക എന്നതാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂദ തെരുവുകളിൽ പാർത്തിരുന്ന മനുഷ്യരുടെ കുടുംബങ്ങൾക്ക് മുൻപിലൂടെ ഒരു ദൈവത്തിൻ്റെ ദൂതൻ കടന്നു പോയപ്പോൾ ആ കുടുംബാംഗങ്ങൾ മുഴുവൻ രക്ഷ പ്രാപിച്ചതിൻ്റെ സ്മരണയാണ് പെസഹ ആചരണം. പെസഹ രാത്രി ഓരോ വീടിൻ്റെയും കട്ടിളപ്പടിയിൽ തളം കെട്ടിക്കിടന്നത് കുഞ്ഞാടിൻ്റെ രക്തമായിരുന്നു. ആ രക്തം വീണ വീടുകളിലെ അകത്തളങ്ങളിൽ മുഴുവൻ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷ പ്രവേശിക്കുകയാണ്. എവിടെയൊക്കെയാണോ സ്നേഹത്തിൻ്റെ ആ രക്തം പടർന്നു വീഴാതിരുന്നത്, ആ കുടുംബങ്ങളിൽ ആരൊക്കെയോ കൊല്ലപ്പെട്ടു, ആരൊക്കെയോ കരഞ്ഞിരുന്നു, ആരൊക്കെയോ ഒറ്റപ്പെട്ടിരുന്നു. കുഞ്ഞാടാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പെസഹ രാത്രി ഈശോ തൻ്റെ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് അപ്പവും വീഞ്ഞും വിളമ്പിക്കൊടുക്കുമ്പോൾ ആ മനുഷ്യനറിയാം, പിറ്റേ ദിവസം അറുക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടാണ് ഞാനെന്ന്. ക്രിസ്തു എന്നൊരു മനുഷ്യൻ തൻ്റെ 33-ാമത്തെ വയസ്സിൽ അതുപോലെ കടന്നു പോയില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് രക്ഷ കടന്നു വരില്ലായിരുന്നു. ഒരു കുഞ്ഞാടുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും രക്ഷയുടെ നിദാനമായിട്ട് ഭവിക്കേണ്ടത്. നാം ഓരോരുത്തരും ആ കുഞ്ഞാടിനൊപ്പം പ്രദക്ഷിണം ചെയ്യുന്ന മറ്റു കുഞ്ഞാടുകളാണ്.